എല്ലാവർക്കും നമസ്കാരം. മഹാരാവണ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ലിക്കൽ കല്ലിലേക്ക് ജീപ്പ് യാത്രയും എൻട്രി ഫീസും കൂടി ഒരാൾക്ക് 60 രൂപയാണ് വരുന്നത്. ജീപ്പ് ഓരോ വളവും കടന്നു പോകുമ്പോൾ ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം കൂടുതൽ തെളിഞ്ഞു കാണാം. കാറ്റിന്റെ തണുപ്പും മലകളുടെ ഭംഗിയും ചേർന്നപ്പോൾ യാത്ര തന്നെ ഒരു സുന്ദര അനുഭവമായി മാറുന്നു. ജീപ്പിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇല്ലിക്കൽ കല്ല് ടോപ്പിലേക്ക് ഏകദേശം 750 മീറ്ററിന് അടുത്ത് ഉണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് പശ്ചിമഘട്ടത്തിലെ തന്നെ ഏറ്റവും ആകർഷകമായ കൊടുമുടികളിൽ ഒന്നാണ്. പാണ്ഡവർ അജ്ഞാതവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മാത്രം കാണപ്പെടുന്ന നീലക്കൊടുവേലി എന്ന അദ്ഭുത ഔഷധ സസ്യത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. ഇത് കൈവശം വെക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടെ നിന്നാൽ അറബിക്കടലിന്റെ ദൂരക്കാഴ്ചകളും സൂര്യ അസ്തമയത്തിന്റെ വർണ്ണവിസ്മയങ്ങളും ആസ്വദിക്കാം. മഴക്കാലത്ത് മേഘങ്ങൾ തൊട്ടരികിലൂടെ ഒഴുകിപ്പോകുന്ന അനുഭവം സഞ്ചാരികൾക്ക് ലഭിക്കും. ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ ഏകദേശം 12 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. അതിനാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളും നമുക്ക് സന്ദർശിക്കാം. ഉച്ചഭക്ഷണത്തിന് ശേഷം ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് വൈകുന്നേരത്തെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സഹായിക്കും. എന്നാൽ മൂടൽ മഞ്ഞുള്ളപ്പോൾ ഡ്രൈവിംഗിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അവിടെ നിന്നും ഞങ്ങൾ പോയത് മലങ്കര ഡാം കാണാനായിരുന്നു. മലങ്കര ഡാം പ്രകൃതിയുടെയും ശാന്തതയുടെയും സൗന്ദര്യം ഒരുമിച്ച് അനുഭവിക്കാവുന്ന ഒരു അതുല്യ സ്ഥലമാണ്. മലകളും പച്ചപ്പും ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ഡാം തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സ്വർഗ സമാനമായ ഒരു ഇടമാണ്. വെള്ളത്തിന്റെ നിശബ്ദതയും അതിന്റെ മൃദുലമായ തിരമാലകളും മനസ്സിനെ അത്യന്തം ശാന്തമാക്കുന്നു. ഡാമിനോട് ചേർന്നുള്ള പാർക്ക് കുടുംബസമേതം സമയം ചിലവഴിക്കാൻ ഏറെ അനുയോജ്യമാണ്. പച്ചപ്പുല്ലുകൾ നിറഞ്ഞ ഈ ഇടങ്ങൾ, നന്നായി പരിപാലിച്ച വഴികൾ, ചുറ്റുമുള്ള മരങ്ങൾ ഇവയെല്ലാം ചേർന്ന് വിശ്രമ മേഖലയുടെ അനുഭവം നൽകുന്നു. ഈ യാത്രയ്ക്ക് അവസരം ഒരുക്കിത്തന്ന തൃശൂർ BTCക്കും കോർഡിനേറ്റർമാരായ രമേശ് സാറിനും രാജേഷ് സാറിനും എൻ്റെ സഹയാത്രികരായ ഓരോരുത്തർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.